അഖിലിനെ പറ്റിയുള്ളൊരു വിരോധാഭാസം എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എൻ്റെ കരിയറിൽ അറ്റ്ലീസ്റ്റ് ഇത്തരം ഡാർക്ക് ത്രില്ലേഴ്സ് അല്ലെങ്കിൽ ഒരു മൾട്ടി ലെയർഡ് സസ്പെൻസ് സിനിമകൾ, അത്തരം സിനിമകളെ കുറിച്ച് സംസാരിക്കാൻ എൻ്റെ അടുത്ത് വരുന്നവരെല്ലാവരും അവരുടെ ഇൻസ്പിറേഷൻ ഒക്കെ പറയുന്നത് ഈസ്റ്റ് ഏഷ്യൻ സിനിമകളും കൊറിയൻ ത്രില്ലേഴ്സും അങ്ങനത്തെയൊക്കെ സിനിമകളാണ്. പിന്നെ അതിലും വേറെ കൂടിയ കക്ഷികളുണ്ട്. അതായത് ഇൻഗ്രിഡ് ബർഗ്മാൻ്റെ സിനിമകളിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉള്ള ഇതൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ അതായത് മലയാള സിനിമ മാത്രം സൃഷ്ടിച്ച ഒരു സിനിമാ പ്രേക്ഷകനും സിനിമാ തിരക്കഥാകൃത്തുമാണ്. അതെനിക്കൊരു വലിയ സന്തോഷമുണ്ട്. ആക്ച്വലി നമ്മൾ സെവൻത് ഡേ കണ്ടാൽ അതിനകത്തൊരു ഭയങ്കര ആംഗ്ലിസൈസ്ഡ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു തിരക്കഥാകൃത്തിന്റെ ഒരു പ്രതിഫലനം ആ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അതല്ല, ഇതൊരു തനി ഇരട്ടിക്കാരൻ മലയാളി എഴുതിയൊരു സാധനമാണ്. അപ്പൊ അതെനിക്കൊരു സന്തോഷമാണ്. അങ്ങനെ വളരെ കുറച്ച് പേരെ കണ്ടിട്ടുള്ളത്. അഖിലിന്റെ ഇൻഫ്ലുവൻസസ് എനിക്ക് തോന്നുന്നില്ല മലയാള സിനിമയും മലയാള സാഹിത്യത്തിന് പുറമെ ഒന്നും തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടോ? അതാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് തോന്നുന്നു അഖിലിന്റെ ഏറ്റവും വലിയ പ്ലസ് അന്ന് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ സംസാരിക്കുമ്പോൾ അഖിൽ എപ്പോഴും സ്വപ്നം കാണുന്നത് ടോപ്പിലാണ്. ഓരോ കാര്യം ചെയ്യുമ്പോഴും ഷാനേട്ട നമ്മൾ പൃഥ്വിയെടുത്ത് ഇനി നെക്സ്റ്റ് മീറ്റിങ്ങിന് പോകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് ഇങ്ങനെയായിരിക്കണം, നമ്മുടെ ഇംപ്രഷൻ ഇങ്ങനെയായിരിക്കണം. അപ്പം അഖിൽ എപ്പോഴും ചിന്തിക്കുന്നത് സ്ക്രീനിൽ ഇത് എങ്ങനെ വരുമ്പോൾ എങ്ങനെ ഉണ്ടാകും, പൃഥ്വിയെടുത്ത് ഇത് പറയുമ്പോൾ പൃഥ്വി എങ്ങനെ എക്സൈറ്റഡ് ആകും. അതേ എക്സൈറ്റ്മെൻറ്റിലാണ് എനിക്ക് തോന്നുന്നു അഖിൽ ആദ്യത്തെ സ്ക്രിപ്റ്റ് പൂർത്തിയാക്കുന്നത്. ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയി അഖിൽ രണ്ടാമത് എന്നെ ഫോണിൽ വിളിച്ച് സംസാരിക്കുമ്പം ഒന്നും പറയില്ല, നമുക്ക് ഇന്ന ദിവസം കാണാമെന്ന് പറയും. അപ്പോഴും അഖിലിൻ്റെ മനസ്സിൽ പൂർണ്ണമായിട്ടുള്ള സ്ക്രിപ്റ്റ് പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ ഫോണിൽ കൂടെ ഒരു സൂചന പോലും തരില്ല. അഖിൽ കുറേ ദിവസം വെയിറ്റ് ചെയ്ത് നേരിട്ട് കാണുമ്പം ആ സസ്പെൻസ് എന്നിൽ പിടിച്ച് നിർത്തിയിട്ട് കാണുമ്പോൾ ഒറ്റയടിക്ക് അങ്ങ് പറയും. ഞെട്ടിച്ച് കളഞ്ഞിട്ടാണ് ആ സ്ക്രിപ്റ്റ് പൂർത്തിയാക്കിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അതേ സിസ്റ്റം തന്നെയാണ് ഓരോ മീറ്റിങ്ങിലും പൃഥ്വിയെ കാണാൻ വരുമ്പോഴും ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഞാനും അഖിലും ഈ സ്ക്രിപ്റ്റ് പൂർത്തിയായി കഴിഞ്ഞപ്പം പൃഥ്വി ഇത് ചെയ്യും അല്ലെങ്കിൽ പൃഥ്വിയെ നമുക്ക് പരിഗണിക്കാമെന്ന് പറഞ്ഞിങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഫസ്റ്റ് വന്നൊരു ചോദ്യം, ഡേവിഡ് എബ്രഹാം എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു 40 വയസ്സിന് മേലെ പ്രായമുള്ളൊരു ക്യാരക്ടറാണ്. അപ്പം പൃഥ്വിയുടെ അടുത്ത് അന്ന് പൃഥ്വി മീശയൊന്നുമില്ല, അതിനു മുമ്പ് ചെയ്തിരിക്കുന്ന പടങ്ങളിലൊന്നും മീശയില്ല. അപ്പം നമ്മൾ വിചാരിച്ച് മീശയുള്ളൊരു ക്യാരക്ടർ അല്ലെങ്കിൽ നരച്ച മുടിയുള്ള ഒരു സാൾട്ട് ആൻഡ് പെപ്പർ ലുക്കിലുള്ളൊരു ക്യാരക്ടർ പൃഥ്വിയുടെ അടുത്ത് എങ്ങനെയാണ് പോയിട്ട് ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ നരച്ചിരിക്കുന്ന ഒരു ക്യാരക്ടറൊക്കെ ചെയ്യാൻ പറയുക, എങ്ങനെയായിരിക്കും അയാൾ അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളൊരു ഭയങ്കര ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു വൺസ് നമ്മളത് സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് പൂർത്തിയായി കഴിയുമ്പോൾ ഇങ്ങോട്ടേക്ക് ആദ്യം പൃഥ്വി തന്നെയാണ് പറയുന്നത് നമുക്ക് കുറച്ച് നരയിടാം എന്നുള്ളത്. അപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ആശ്വാസം വന്നത്. ഞങ്ങൾ ചിന്തിക്കുന്ന അതേ ട്രാക്കിൽ തന്നെയാണ് പൃഥ്വിയും ചിന്തിക്കുന്നത് എന്നുള്ളത്. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ആ ചിന്ത വളരെ സിമ്പിൾ ഒരു അനാലിസിസ് വന്നതാണ്. നമ്മൾ ഈ തിരക്കഥ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ആദ്യം തോന്നുന്നത് ആക്ച്വലി ഇതിന്റെ കഥ എന്ന് പറയുന്ന ഡേവിഡ് എബ്രഹാമിന്റെ അല്ലല്ലോ. കഥ എന്ന് പറയുന്നത് ഒരു കൂട്ടം ചെറുപ്പക്കാരുടെയാണ്. നമ്മുടെ 5 കഥാപാത്രങ്ങളായ വിനു രാമേന്ദ്രൻ, എബനീസർ, ഷാൻ ഷെഹർ, സിറിൽ സാമുവൽ, ജെസ്സി എന്ന് പറയുന്ന 5 കഥാപാത്രങ്ങളുടെയാണ് കഥ. ആ കഥയിലേക്ക് കടന്നു വരുന്ന ഒരു കഥാപാത്രമാണ് ഡേവിഡ് എബ്രഹാം. അപ്പോൾ ഈ തിരക്കഥയിലെ ഉള്ളൊരു ഫോമാറ്റ് എന്ന് പറഞ്ഞാൽ ഈ 5 പേരെക്കാൾ കുറച്ചുകൂടെ മെച്ചുവേർഡായ, അവരെക്കാൾ കുറച്ചുകൂടെ പ്രായം കൂടുതലെന്ന് തോന്നിക്കുന്ന, അവര് സർ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് അടുത്തേക്ക് പോകാൻ സാധ്യതയുള്ള അത്തരമൊരു കഥാപാത്രമാണ് ഡേവിഡ് എബ്രഹാം. അപ്പം നമ്മൾ ആക്ച്വലി നമ്മൾ അന്ന് ഫസ്റ്റ് ചർച്ച ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഈ 5 പേരുടെ കാസ്റ്റിങ്ങിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ആക്ടേഴ്സിന്റെ പേരുകൾ നമുക്കറിയാം. അവർ പലരും ഇന്ന് വളരെ സക്സസ്ഫുൾ എന്താ പറയുക മെയിൻ സ്ട്രീം ഹീറോസ് ആണ്. വെരി ഹാപ്പി ഫോർ ദം. പക്ഷെ അന്ന് അങ്ങനെ അവരൊന്നും അത്ര വലിയ ഒരു പ്രസൻസ് ആയിട്ടില്ല മലയാള സിനിമയിൽ. നമ്മൾ അന്ന് ചർച്ച ചെയ്ത ആക്ടേഴ്സ് എല്ലാവരും ഏകദേശം എൻ്റെ തന്നെ ഏജ് ഗ്രൂപ്പുള്ള എൻ്റെ സെയിം ജനറേഷനിലുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ അവരിൽ നിന്ന് ഈ പറയുന്ന പോലെ കുറച്ചുകൂടെ മെച്ചുവേർഡ് ആയ ഒരു ലുക്ക് ആൻഡ് ഫീൽ ഈ ക്യാരക്ടറിന് വരണമെങ്കിൽ എനിക്ക് തോന്നിയത് കുറച്ചൊരു ഗ്രേ സ്ട്രീക്സ് ഒക്കെ ഇട്ട് അങ്ങനെ വരണമെന്നാണ്. പക്ഷേ ഇതിൽ ഒരുപാട് പേരുടെ ഇതുണ്ട്, ഒരുപാട് ആൾക്കാരുടെ ഇൻപുട്സ് ഉണ്ട്. അതായത് ഗ്രേ സ്ട്രീക്സ് എന്ന് പറയുന്നത് നമ്മൾ ജോയിന്റ്ലി നമ്മൾക്കുണ്ടായ ഒരു ചിന്ത. ഇതിൻ്റെ മീശ വേണമെന്ന് എന്നോട് ആദ്യമായിട്ട് നിർബന്ധം പിടിക്കുന്ന രഞ്ജിത്ത് അമ്പാടി എന്ന് പറയുന്ന മേക്കപ്പ് മാൻ ആണ്. നമ്മുടെ ഫോട്ടോഷൂട്ടിന്റെ തലേ ദിവസമാണ് ഷാനി എന്ന് പറയുന്ന നമ്മുടെ പ്രോമോ സ്റ്റിൽ ഷൂട്ട് ചെയ്ത് അയാൾ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പൃഥ്വി ഈ ക്യാരക്ടറിന് എന്തായാലും ഒരു ഗ്ലാസ് വേണം എന്നോട് പറഞ്ഞു. ഞാനതൊരു ആക്ച്വലി സ്പെക്സിനെ വരെ ചിന്തിച്ചിട്ടില്ല. ഷാനി വിളിച്ചു, ഷാനി അത് വേണം ഷാനി, വലിയ നമ്മൾ ഫുൾ നൈറ്റ് ഒക്കെയാണ്, വെറുതെ നമ്മൾ ലൈറ്റ് കിനോ വയ്ക്കുമ്പോൾ ഇവിടെ ഗ്ലെയർ കാര്യങ്ങൾ. പക്ഷെ ഷാനി അല്ലാതെ എന്ത് നിങ്ങൾ ബുദ്ധിമുട്ടിന് വന്നാലും ഗ്ലാസ് വേണം എന്ന് ഷാനി. എന്നാൽ ശരി ഗ്ലാസ്. പക്ഷെ ഷാനി അടുത്ത ദിവസം ആ ഗ്ലാസ് കൊണ്ടുവന്ന് വെച്ച് ഫസ്റ്റ് സ്റ്റിൽ എടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അതൊരു ഭയങ്കര ബ്രില്യൻറ്റ് ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി. എനിക്ക് തോന്നുന്നു ആ സമയത്ത് എടുത്ത എല്ലാ ഡിസിഷൻസും ആ ക്യാരക്ടറിന്റെ ഔട്ട്ലുക്കിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഈ പടത്തിന് ഒരുപാട് പേരുടെ ഒരു എന്താ പറയുക ഒരു ജോയിന്റ് ബ്രെയിൻ ആണ് ഈ പറഞ്ഞ ഡേവിഡ് എബ്രഹാമിന്റെ ലുക്ക്. പിന്നെ അഫ്കോഴ്സ് ഈ ഡേവിഡ് എബ്രഹാം എന്ന് പറഞ്ഞ കഥാപാത്രത്തിന്റെ പിന്നാമ്പുറം അല്ലെങ്കിൽ മുന്നാമ്പുറം അതിന്റെ അയാളുടെ ബാക്ക്ഗ്രൗണ്ട്, ആ ഫോർഗ്രൗണ്ട് അറിഞ്ഞു കഴിയുമ്പോൾ അയാളുടെ ലുക്കിന് ശരിക്കും വേറൊരു ഭയങ്കര ഒരു സ്റ്റൈലൈസേഷൻ തോന്നുന്നു നമുക്ക്.
ആദ്യം നമ്മൾ ഇയാളെ പരിചയപ്പെടുമ്പോൾ നമ്മളൊരു ഓക്കെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള കുറച്ച് ഗീക്കി ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറാണെന്ന് തോന്നും. പക്ഷെ സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ലുക്കിന് വേറൊരു തലം മനസ്സിലാകും. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ലോട്ട് ഓഫ് വേസ് ഇൻറ്റൻഷനലായിട്ടും അൺഇൻറ്റൻഷനലായിട്ടും വളരെ ബുദ്ധിപരമായിട്ട് ചെയ്ത കാര്യങ്ങളിൽ ഒന്നാണ് ഇതിൽ എൻ്റെ ലുക്കിൻ്റെ ഡിസൈൻ. എനിക്ക് തോന്നുന്നു ആ ലുക്ക് പുറത്ത് വന്ന് കുറച്ച് കഴിയുമ്പോഴാണ് ഇപ്പം ഗാങ്സ്റ്ററിൽ മമ്മൂക്കയുടെ ലുക്ക് വരുന്നത്, മിസ്റ്റർ ഫോർഡ് എന്ന് പറയുന്ന സിനിമയിൽ ലാലേട്ടൻ്റെ ലുക്ക് വരുന്നത്. ഒരുപാട് പലരും വിളിച്ച് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങളും അങ്ങനെ തന്നെ ട്രൈ ചെയ്തെന്നുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അന്ന് നമുക്ക് അറിയില്ലായിരുന്നു. അന്ന് ആക്ച്വലി നമ്മുടെ സിനിമയുടെ ലുക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ പരമാവധി ശ്രമിക്കുകയാണ് ഗാങ്സ്റ്ററിലും മമ്മൂക്കയുടെ ലുക്ക് ഒന്ന് കാണാൻ വേണ്ടി. ആരും ഒട്ടും വെളിയിൽ വിട്ടിട്ടില്ല. അപ്പൊ അന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു സാൾട്ട് ആൻഡ് പെപ്പർ. പിന്നെ ഓഫ് കോഴ്സ് ഉണ്ണിയേട്ടൻ്റെ പടം നമ്മുടെ സിനിമ ഷൂട്ടിംഗ് തീർന്നിട്ടാണത് ഷൂട്ടിംഗ് തുടങ്ങിയത് എനിക്ക് തോന്നുന്നു. അപ്പൊ അതിന്റെ അതൊരു കോയിൻസിഡൻസ് പോലെ അങ്ങനെ സംഭവിച്ചെന്ന് മാത്രം. ബട്ട് എനിവേ നമ്മുടെ സിനിമയിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ലുക്ക് എന്നുള്ളതിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ആൻഡ് ഇറ്റ് ഇസ് വെരി ഇഫക്റ്റീവ്. സിനിമ കാണുമ്പോൾ നമ്മൾ ആ ഉദ്ദേശിച്ച ഈ 5 ചെറുപ്പക്കാരെക്കാൾ മെച്ചുവേർഡ് അവർ സാർ നിങ്ങളുടെ സഹായം വേണം എന്ന് പറഞ്ഞ് അങ്ങനെ സംസ്ഥാനം പറയുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ആ ലുക്ക് വളരെ ഇഫക്റ്റീവ് ആണ്. അഖിൽ ഇത് എഴുതുന്ന സമയത്ത് ഈ ക്യാരക്ടറിന് വേറെ ഏതെങ്കിലും റെഫറൻസ് ഉണ്ടായിരുന്നു? അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഇപ്പം പറഞ്ഞ ഡേവിഡ് എബ്രഹാം IPS എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ വല്ല റെഫറൻസും കണ്ടിട്ടാണ്? ഇല്ല, ഒരിക്കലും ഉണ്ടായിരുന്നില്ല. നമ്മളത് പലവട്ടം ചർച്ച ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതിനൊരു വ്യക്തമായ ഉത്തരം നമ്മൾ അങ്ങനെ സംസാരിച്ചിട്ടില്ല. അങ്ങനെ റെഫറൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. റെഫറൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ആഗ്രഹത്തിന് റിയൽ ലൈഫിൽ നമ്മൾ ഇതേപോലെ ഏതൊരു ക്യാരക്ടറിനെ കണ്ടിട്ടുണ്ട്? ഇല്ല, ഇങ്ങനെ ഒരു എന്റെ ഭാഗ്യം കൊണ്ട് ഞാൻ അങ്ങനെ ഒരു ക്യാരക്ടറിനെ റിയൽ ലൈഫിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഇല്ല, അങ്ങനെ ഇത് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ റിയൽ ലൈഫിലൊന്നും ഇതുപോലത്തെ ഒരു പോലീസ് ഓഫീസർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതുകൊണ്ടാണ് നേരത്തെ ആദ്യം പറഞ്ഞിട്ട് പോയത്. അതായത് ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പല കാര്യങ്ങളും ഇയാളെ കുറിച്ച് അത് വളരെ അണ്ടർ എക്സ്പ്ലെയിൻഡ് ആണെന്നും പക്ഷെ അതൊട്ടും അതിനെപ്പറ്റി അത് ഡീറ്റെയിൽ ചെയ്യാൻ ഒട്ടും എഫേർട്ട് എടുത്തില്ല എന്നും ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ ഇവർ കാണിക്കുന്നു എന്നും ഒക്കെ തോന്നുമായിരിക്കും. നിങ്ങൾ അതൊക്കെ ചിലപ്പോൾ സിനിമ കണ്ടു കഴിയുമ്പോൾ മറന്നിട്ട് നിങ്ങളുടെ മനസ്സിലൊരു ആഫ്റ്റർ ടേസ്റ്റ് പോലെ ക്ലൈമാക്സ് ഒക്കെ ഗംഭീര, പക്ഷേ അതിൻ്റെയൊക്കെ ആവശ്യം എന്തായിരുന്നു എന്ന് തോന്നുമായിരിക്കും. പക്ഷേ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒന്ന് ക്ലൈമാക്സ് ഒക്കെ കണ്ടു കഴിഞ്ഞ് ഈ സിനിമയുടെ ഫുൾ പ്ലോട്ട് റെസൊല്യൂഷൻ അറിഞ്ഞതിന് ശേഷം ഒന്നുകൂടി ഈ സിനിമ കാണുമ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മേ ബി നമ്മൾ എന്തായിരുന്നു ഉദ്ദേശം എന്നുള്ളതിനെ പറ്റി കുറച്ചൊക്കെ നിങ്ങൾക്ക് എല്ലാം കൺവേ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, പക്ഷെ കൺവേ ചെയ്യപ്പെടുമായിരിക്കും. എനിക്ക് തോന്നുന്നത് ശരിക്ക് ഒരു ഫസ്റ്റ് ടൈം വ്യൂയിങ്ങിനേക്കാൾ ചിലപ്പോൾ എൻജോയബിൾ ആവുക ഈ സിനിമ ഒരു സെക്കൻഡ് ടൈം ഓർ തേർഡ് ടൈം വ്യൂയിങ്ങിലായിരിക്കും. കാരണം ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുന്ന ഓരോ ഡയലോഗുകൾ, ജോയ് മാത്യു സർ അവതരിപ്പിച്ച ഒരു ഫോറൻസിക് സർജനെ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ അയാൾ പറയുന്ന ഒരു ഡയലോഗ്, അങ്ങനെ ത്രൂ ഔട്ട് ദ ഫിലിം അതിനുള്ള ഹിൻസ് ഉണ്ട്. ഇതിൻ്റെ ക്ലൈമാക്സിനുള്ള ഹിൻറ്റുകൾ ത്രൂ ഔട്ട് ദ ഫിലിം, ആദ്യം മുതൽ ടൈറ്റിൽ സോങ്ങിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സെക്കൻഡ് ക്യാരക്ടർ, അവിടെ മുതൽ ത്രൂ ഔട്ട് ദ ഫിലിം അതിലേക്കുള്ള ഹിൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സെക്കൻഡ് വ്യൂയിങ് തേർഡ് വ്യൂയിങ്ങിലൊക്കെ ഈ ഹിൻറ്റുകൾ ക്യാച്ച് ചെയ്യാൻ പറ്റിയാൽ എനിക്കൊന്ന് ഭയങ്കര ഒരു എൻജോയബിൾ വ്യൂയിങ് എക്സ്പീരിയൻസ് ആയിരിക്കും സെവൻത്തിലേന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ വിളിക്കുന്ന പലരും സംസാരിക്കുമ്പോൾ അവർ 2 വട്ടം കണ്ട പല ആൾക്കാരുണ്ട്. അപ്പോൾ അവർ തന്നെ ഫ്രണ്ട്സിനോട് റെഫർ ചെയ്യുന്നത് 1 വട്ടം കൂടി കാണണമെന്ന്. കാരണം നമ്മളിപ്പോൾ ചിന്തിക്കുന്ന ട്രാക്കിലേക്ക് പ്രേക്ഷകനും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിന് നമുക്കറിയാമല്ലോ, അതായത് നമ്മൾ അവസാനം ഈ ക്ലൈമാക്സിൽ ഇത് എന്താണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ എഡിറ്റിൽ പിന്നെ ഒരു 3 മിനിറ്റ് മൊണ്ടാഷ് ഉണ്ടായിരുന്നു. എല്ലാം നമ്മൾ ബാക്ക് ട്രാക്ക് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്തു. ആക്ച്വലി നിങ്ങൾ പടത്തിന്റെ തുടക്കം മുതൽ കണ്ടുവന്നിരുന്നത് ഇതായിരുന്നു നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു 3 മിനിറ്റ് മൊണ്ടാഷ് ഉണ്ടായിരുന്നു. പക്ഷെ ആ സേഫ്റ്റി നെറ്റ് വേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കായിരുന്നല്ലേ. അതായത് അത്രയ്ക്ക് മണ്ടന്മാരല്ലോ പ്രേക്ഷകർ. നമ്മൾ അങ്ങനെ എല്ലാം അവർക്ക് ഇങ്ങനെ എഴുതി കാണിച്ചു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ഇതാണ് കാര്യം എന്ന് പറഞ്ഞാൽ ബാക്കി അവർ ഇൻഫർ ചെയ്തോളും എന്ന് നമുക്ക് അറിയാമായിരുന്നു. എല്ലാവരും ഇൻഫർ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആ കാണിച്ചാൽ ഉണ്ടാകുന്ന ഒരു അത് ശരി എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പൊ നമ്മൾ കാണിക്കാത്തത് കൊണ്ട് ഒരു സെക്കൻഡ് ടൈം വ്യൂയിങ്ങിൽ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇപ്പോഴും ഉണ്ട്, എനിക്കറിയാം. അതൊരു മേ ബി എനിക്ക് ആഗ്രഹമുണ്ട് കുറേ നാൾ കഴിഞ്ഞിട്ട് DVD മേ ബി ഒരു അനദർ എഡിറ്റ് ആയിട്ട് അത് കാണിക്കണം. അതായത് നമ്മൾ അവസാനം വേണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഷൂട്ട് ചെയ്തതാണല്ലേ, നമ്മൾ എഡിറ്റ് ചെയ്തതാണ്, ഡബ് ചെയ്തതാണ്, എന്നിട്ട് ലാസ്റ്റ് മൊമെന്റാണ് നമ്മൾ തീരുമാനിക്കുന്നത് അത് വേണ്ട തീരുമാനിക്കുന്നത്. അപ്പോൾ അത് ആ ഒരു 3 മിനിറ്റും കൂടി സിനിമ കൂടിയത് കൊണ്ട് ഈ സിനിമയ്ക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. പക്ഷെ ആ 3 മിനിറ്റ് കുറച്ചത് കൊണ്ട് എനിക്കൊരു ഭയങ്കര ഒരു ക്ലാസി ലെവലിൽ കൊണ്ട് തീർക്കുന്നത് ഏറ്റവും വലിയൊരു സന്തോഷം. ഇപ്പോൾ പടം കഴിഞ്ഞ് ഇറങ്ങുന്ന എല്ലാവരും സാധാരണ ഒരു പടം കഴിഞ്ഞ് ഇറങ്ങുന്ന പോലെ അല്ല ഇറങ്ങുന്നത്. ഇവർ ചിന്തിച്ചുകൊണ്ട് ഇറങ്ങുന്നത്. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാ കൊള്ളാട്ടാ പടം കൊള്ളാം എന്ന് നമ്മുടെ ഉദ്ദേശം ഇതേ ഉള്ളൂ. അവർ ലാസ്റ്റ് നമ്മുടെ ഇൻഫാക്ട് ഞാൻ എടുത്തു പറയേണ്ടത്, നിങ്ങൾ ഈ സിനിമയുടെ ലാസ്റ്റ് ഷോട്ട് വരെ കണ്ടിട്ടേ തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ പാടുള്ളൂ. കാരണം ലാസ്റ്റ് ഷോട്ടിലാണ് നിങ്ങൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത് എന്തായിരുന്നു എന്ന് ശരിക്കും നിങ്ങൾക്ക് ചിലൊരു പക്ഷേ പിടികിട്ടുക. അപ്പോൾ ആ ഷോട്ട് കൂടെ കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ
എത്ര വലിയ ബുദ്ധിമാനാണെങ്കിലും ഒരു മിനിറ്റെങ്കിലും ചിന്തിക്കേണ്ടി വരും. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ കണ്ട അങ്ങനെയാണല്ലേ എന്നുള്ള ഒരു മിനിറ്റെങ്കിലും ചിന്തിക്കേണ്ടി വരും. അപ്പോൾ അതാണ് നമുക്കുള്ളൊരു സ്വകാര്യ സ്വാർത്ഥ ഒരു എന്താ പറയുക സന്തോഷം എന്ന് പറയുന്നത്.